PSC കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി CPIM. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതിനാണ് നടപടിയെന്ന ജില്ലാ സെക്രട്ടറി P. മോഹനൻ. താൻ നിരപരാധിയെന്നും 1 രൂപയെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കണമെന്നും പ്രമോദ് കോട്ടൂളി. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം, ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ. പരാതിക്കാരന്റെ വീടിന് മുന്നിൽ അമ്മയ്ക്കൊപ്പം സമരം. തിരുവനന്തപുരം ആമയിഴിഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ടൺ കണക്കിന് മാലിന്യം. മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് 6 മണിക്കൂർ പിന്നിട്ടു. രക്ഷാപ്രവർത്തനം ദുഷ്കരം. സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 10ഇടത്ത് വിജയം, 2ഇടത്ത് BJP. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചാൽ BJP ഭരണത്തിൽ നിന്നും പുറത്താകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ തഴഞ്ഞ് സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം ആനി രാജയെ നിർദ്ദേശിച്ചു. പ്രകാശ് ബാബുവിനെ തഴഞ്ഞത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നാലെ. എറണാകുളം പറവൂരിൽ ഭാര്യയെ കഴുത്തറുത്തു കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് കൈതാരം സ്വദേശി വിദ്യാധരൻ. കൊല്ലപ്പെട്ടത് ഭാര്യ വനജ. കൊലപാതക കാരണം കുടുംബ തർക്കമെന്ന സൂചന.